ശ്രീ ഹരിദാസ്, ഇവിടെ സകല ഊടുപാട് തട്ടിപ്പാണ്, അടിമുടി ഉടായ്പാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ണൂർ ജില്ലയിൽ മാത്രം 3000-ലധികം പരാതികൾ വന്നു എന്നാണ് പറയുന്നത്. ഓരോ മണിക്കൂർ വെച്ച് പരാതി കൂടുകയാണ്. ഇവിടെ ഇന്ന് പറവൂരിൽ പോലീസ് സ്റ്റേഷൻ മുന്നിൽ തടിച്ചു കൂടിയത് 500-ലധികം പേരുകൾ ആൾക്കാരാണ്. 1000 കോടി നമ്മൾ ഇപ്പോൾ പറയുന്നതാണ്. ഈ പരാതികൾ മൊത്തം വന്നാൽ, അതിൽ കേസെടുക്കൽ മൊത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 2000 കോടിയിലേക്കൊക്കെ ഈ തട്ടിപ്പ് പോയേക്കാമെന്ന് പറയുന്നു. ശ്രീ ഹരിദാസ്, ഒരു 26-കാരൻ പയ്യനെ കൊണ്ട് വിചാരിച്ചാൽ നടക്കുന്ന തട്ടിപ്പാണോ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ തട്ടിപ്പ്? ശ്രീ ഹരിദാസ്, നോക്കൂ, ഈ സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു 4 മാസം മുമ്പ് വരെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. BJP-യുടെ കൊടിയുടെ കളർ കോഡും BJP-യുടെ കൊടിയും വെച്ചുകൊണ്ട് AN രാധാകൃഷ്ണൻ്റെ 6 അടി ഉയരമുള്ള ഫ്ലക്സിൽ സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി പ്രകാരം വിതരണം ചെയ്യപ്പെടുന്ന ഇരുചക്ര വാഹനത്തിൻ്റെ 46-ാം ഘട്ട വിതരണം എന്ന് പറഞ്ഞിട്ട് എറണാകുളം പോലുള്ളൊരു ടൗണിൻ്റെ പ്രധാനപ്പെട്ട കവലകളിലെല്ലാം ബോർഡ് വെച്ച കാര്യം ഒരു 4 മാസം മുമ്പ് ഞാനൊരു 6 മാസം മുമ്പ് കണ്ടിട്ടാണ്. എൻ്റെ മകൻ്റെ ഭാര്യ ഈ ഒരു കാര്യവുമായിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പം ഇദ്ദേഹം ഇത് കണ്ടിരുന്നു. അപ്പം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, താങ്കൾ ഇപ്പോൾ ഇവിടെ ഈ സംസാരിച്ച ആത്മാർത്ഥതയുടെ പേരിൽ ഇത്തരത്തിലുള്ളൊരു കാര്യത്തെ 6 മാസം മുമ്പ് എന്തുകൊണ്ട് AN രാധാകൃഷ്ണനെ തിരുത്താൻ ശ്രമിച്ചില്ല? ഞങ്ങളോടൊക്കെ, അതായത് ഈ BJP വഴി, അതായത് AN രാധാകൃഷ്ണൻ വഴി ഇത്തരത്തിൽ പൈസ വാങ്ങിയവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് BJP-യുടെ കേന്ദ്രത്തിലെ വനിതാ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഫണ്ട് കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ഫണ്ട് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെലവാക്കുക എന്നൊക്കെയാണ്. അത് വാക്കാൽ പറഞ്ഞിട്ടുള്ളതാണ്, അതവിടെ തെളിയിക്കപ്പെടാൻ പറ്റില്ല. പക്ഷെ ഫ്ലക്സിലടിച്ചിട്ടുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്, സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി. അപ്പോൾ 6 മാസം മുമ്പ് ശ്രീ സന്ദീപ് വാര്യർ ഇതൊന്നും കണ്ടില്ലേ? നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ ശ്രീ സന്ദീപ് വാര്യർ? കാരണം നിങ്ങളിപ്പോൾ BJP-യിലാണെങ്കിൽ ഇവിടെ പങ്കെടുക്കുക AN രാധാകൃഷ്ണൻ ചെയ്തിട്ടുള്ള ഈ അങ്ങേയറ്റം തെറ്റായ ഒരു പ്രവണതയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഹാഷ്മി എനിക്ക് പറയാനുള്ളത്. ഞാനിത് പറയാതെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ 10,000-കണക്കിന് 24-ന്റെ പ്രേക്ഷകർ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചോദിക്കണ്ടേ? കാരണം രാഷ്ട്രീയക്കാർ അവർക്ക് ഇഷ്ടപ്രകാരം തരം മാറുന്നു. അപ്പോൾ അവർ അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയെ തള്ളി പറയുന്നു. എന്തർത്ഥമാണ് ഈ മനുഷ്യൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? BJP-ക്ക് ആളെ കൂട്ടാനും BJP-ക്ക് വോട്ട് പിടിക്കാനും 17-ാം വയസ്സ് മുതൽ തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരു വ്യക്തിയോട് കൂട്ടുചേർന്നുകൊണ്ട് ഇത്തരം ഒരു 2 വീലർ വിതരണ പദ്ധതി BJP-യുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ആരും അറിഞ്ഞിട്ടില്ലേ? ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് AN രാധാകൃഷ്ണൻ പറയുന്നു, സൈൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് തെറ്റുപറ്റി, ഞങ്ങൾ എല്ലാവർക്കും പണം തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അദ്ദേഹം അത് എവിടുന്ന് കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനല്ലല്ലോ ശ്രീ സന്ദീപ് വാര്യർ പ്രസക്തി. അദ്ദേഹം അത്തരത്തിലൊരു തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നൊരു വ്യക്തിയായിട്ട് 6 മാസം മുമ്പ് താങ്കൾക്ക് ഇതറിഞ്ഞിട്ട് താങ്കൾ എന്ത് തെറ്റുതിരുത്തലാണ് നടത്തിയത് എന്നുള്ള വലിയൊരു ചോദ്യം ബാക്കിയാകുകയാണ്. നോക്കൂ ഹാഷ്മി, കോയമ്പത്തൂർ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിപ്പ് കേന്ദ്രത്തിലെ എൻ്റെ ഒരു അകന്ന ബന്ധു, അവർ ബാങ്ക് ജീവനക്കാരിയായിരുന്നു, 1.25 ലക്ഷം രൂപ 400 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപയായിട്ട് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അവർ പോയിട്ട് ചാടി. നിർബന്ധം സഹിക്കുക വയ്യാതെ, എൻ്റെ വീട്ടുകാരെടുക്കുക നിർബന്ധം സഹിക്കുക വയ്യാതെ കൂടെ പോകാൻ ആരുമില്ലാത്തതിനാൽ ഞാൻ കോയമ്പത്തൂർ വരെ പോയിട്ട് DIG-യുടെ ഓഫീസിലാണ് പരാതിപ്പെടേണ്ടതെന്ന് പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ആ DIG എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇവിടെ ഇതിനോടകം കിട്ടിയിട്ടുള്ള 1500-ഓളം പരാതികളിലെ ഹരിദാസ് 1400 മലയാളികളുടെയാണ്. കേവലം 100-ഓ 500-ഓ മാത്രമാണ് തമിഴൻ്റേതായിട്ടുള്ളത്. അതിൽ തന്നെ കോഴിക്കോട് തൃശ്ശൂർ ജില്ലക്കാരുടെയാണ് മുഴുവൻ പരാതികളും. അതായത് 1.25 ലക്ഷം രൂപ 400 ദിവസം കൊണ്ട് 4.25 ലക്ഷം രൂപയായിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചതിയിൽ പോയിട്ട് പങ്കെടുത്തിട്ടുള്ളതാരോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ പകുതി പറഞ്ഞ് നിർത്തിയപ്പോൾ 24-ന്റെ പ്രേക്ഷകർ വിചാരിക്കും എന്താണ്, എൻ്റെ മരുമകൾ ഈ ഫ്ലക്സ് ബോർഡ് കണ്ടിട്ട് പറഞ്ഞു, അച്ഛന് ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ട് പല BJP നേതാക്കളെയും പരിചയമുള്ളതല്ലേ, എൻ്റെ വണ്ടി മാറ്റിയെടുക്കേണ്ട സമയമാണ്, നമുക്ക് ഈ പകുതി വിലയ്ക്ക് ഇത് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്തെ സത്യസന്ധനായ ഒരു BJP നേതാവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം 10 മിനിറ്റിൽ തന്നെ എനിക്കൊരു കോർഡിനേറ്റർ നമ്പർ തന്നു. ഞാൻ ആ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടു. കോർഡിനേറ്റർ എന്നിൽ നിന്ന് പൈസ മേടിച്ചു. 5-8 മാസമായിട്ട് കിട്ടാത്ത സാഹചര്യം വന്നു. ഈ തട്ടിപ്പ് ഞാൻ അറിയുന്നതിനേക്കാൾ മുമ്പ് 1/2/25 രാവിലെ 6 മണിക്ക് എന്നെ ഈ ജില്ലയിൽ ആ BJP നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഹരിദാസ് ജി അത് തട്ടിപ്പായിരുന്നു, ഹരിദാസിയുടെ അക്കൗണ്ട് നമ്പർ എനിക്ക് അയക്കും, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പകുതി പൈസ ഇന്ന് തരുന്നുണ്ട്, ബാക്കി പകുതി പൈസ 15 ദിവസത്തിനകം തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിലത്തെ പരാതിക്കാരനായി രംഗത്ത് വരാൻ തയ്യാറല്ല.
പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, അങ്ങനെ ആ BJP നേതാവ് അത് ഏൽക്കണമെങ്കിൽ AN രാധാകൃഷ്ണനെ പോലെ അഖിലേന്ത്യാ തലത്തിൽ ഗ്ലാമറുള്ള ഒരു BJPയുടെ സംസ്ഥാനത്തെ നേതാവ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ അദ്ദേഹം അത് ഏറ്റിരിക്കുന്നത്. അപ്പോൾ AN രാധാകൃഷ്ണൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ടായില്ല. മോദിക്ക് പൊന്നാടയണിയിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ തൃശ്ശൂരിലെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വക്കീൽ BJPയുടെ, ഇപ്പം ഇനീഷ്യൽ എനിക്ക് ഓർമ്മ വരുന്നില്ല, മോദി വരുന്ന വേദിയിൽ കയറാതെ പന്തലിൻ്റെ കാലും പിടിച്ച് നിന്നിട്ടുള്ള ഒരു സംസ്ഥാനത്ത് മോദിക്ക് പൊന്നാടയണിയിക്കാൻ അനന്തകൃഷ്ണന് അവസരം എങ്ങനെ കിട്ടി? പിണറായി വിജയന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ അനന്തകൃഷ്ണന് അവസരം എങ്ങനെ കിട്ടി? ഈ ഫോട്ടോസൊക്കെ വ്യാജമാണെന്ന് എന്തുകൊണ്ട് സൈബർ സെൽ സഖാക്കളോ അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകരോ ഇതുവരെ പറഞ്ഞിട്ടില്ല? ഈ ഫോട്ടോസൊക്കെ ഇമാജിനേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. ഹാഷ്മി എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇത്രയേ ഉള്ളൂ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കില്ലാതെ 17 വയസ്സ് മുതൽ ഇവനെപ്പോലെ ഒരു ഫ്രോഡിന് കേരളത്തിൽ ഇത്തരത്തിൽ നിന്ന് കളിക്കാൻ സാധിക്കില്ല. 97 ലക്ഷം രൂപ ഇലക്ഷൻ ഫണ്ടിനും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും സഹകരണ സംഘങ്ങൾ വഴി കൊടുത്തു എന്നാവും പറഞ്ഞിട്ടുള്ളത്. 97 ലക്ഷമല്ല, അതിലേക്ക് 97 കോടി വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ 100ഓളം രാഷ്ട്രീയക്കാരുടെ പേരുകൾ പോലീസിന്റെ കയ്യിലുണ്ട്. അതിൽ ജനപ്രതിനിധികളുണ്ട്, മുഖ്യമായിട്ടുള്ള ജില്ലാ നേതാക്കളുണ്ട്, സംസ്ഥാന നേതാക്കളുണ്ട്. പുറത്തു വരില്ല ഹാഷ്മി. ശരി, ഞാനെത്താം. ശ്രീ താങ്കളും താങ്കളൊന്നും ഇരയാണ് എനിക്ക് പുതിയ അറിവാണ്. ഓക്കെ, മേനോന്റെ വീട്ടിൽ